ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ചതിൽ ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും പരാതി. പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈ തളർന്നുപോയെന്ന് ആര്യാട് സ്വദേശികളായ രമ്യ അഗേഷ് ദമ്പതികൾ പറയുന്നു. ആരോഗ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം വാക്വം ഡെലിവറിക്കിടെ സംഭവിച്ചതെന്നാണ് ഡോക്ടർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ശരത് SS ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശരത്ത്, ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും ഒരു പരാതി കൂടി ഉയരുകയാണ്. കുഞ്ഞിന്റെ കൈ തളർന്നുപോയി എന്നതാണ് ആരോപണം. ഇതിലിപ്പോൾ ഡോക്ടറുടെ വിശദീകരണം എന്താണ്? വീഴ്ച സംഭവിച്ചു എന്നത് വ്യക്തമാണോ? വിനീത്, അതായത് ഈ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ഒരു മാസത്തിനിടെ വരുന്ന മൂന്നാമത്തെ പരാതിയാണിത്. നേരത്തെയും സമാനമായ, അതായത് വാക്വം ഡെലിവറിക്കിടെ കുഞ്ഞിന്റെ കൈക്ക് ചലനശേഷി നഷ്ടപ്പെട്ട പരാതി, സമാന പരാതി മുൻപും വന്നിട്ടുണ്ടായിരുന്നു. അത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വാർഡ് സ്വദേശികളായ വിഷ്ണു അശ്വതി ദമ്പതികളുടെ കുഞ്ഞിനായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതിപ്പോൾ മറ്റൊരു പരാതിയാണ്. അതായത് ഇതും സമാനമായ രീതിയിൽ തന്നെ വാക്വം ഡെലിവറിക്കിടെ കുഞ്ഞിന്റെ കൈ തളർന്നുപോയി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ആര്യാട് സ്വദേശിയായ രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിനാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒക്ടോബർ 2-നായിരുന്നു രമ്യയുടെ പ്രസവം. കടപ്പുറത്തെ WNC ആശുപത്രിയിൽ വെച്ചായിരുന്നു പ്രസവം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഡോക്ടർ പുഷ്പ തന്നെയായിരുന്നു പ്രസവവും ഒപ്പം ഗർഭസ്ഥ ചികിത്സയും ഒക്കെ തന്നെ പുഷ്പ തന്നെയാണ് നടത്തുകയും ചെയ്തത്. പക്ഷേ ഈ 9 മാസ കാലയളവിൽ പലതവണ സ്കാനിംഗ് നടത്തിയതാണ്. ഈ സ്കാനിങ്ങിലൊന്നും തന്നെ യാതൊരു പ്രശ്നവും ഉള്ളതായി പറഞ്ഞിരുന്നില്ല. പക്ഷേ പ്രസവത്തിന് ശേഷം ഡോക്ടർ തന്നെയാണ് കുഞ്ഞിന്റെ കൈക്ക് തളർച്ചയുണ്ട് എന്ന് ഈ കുടുംബത്തെ അറിയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ പിന്നീട് അന്വേഷണ സമയത്താണ് ഇത് വാക്വം ഡെലിവറിക്കിടെ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ രമ്യ ഈ പ്രസവ സമയത്ത് കൃത്യമായി സഹകരിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന രീതിയിൽ രമ്യയെ കുറ്റപ്പെടുത്തുകയാണ് ഡോക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 മാസത്തിനകം ഈ പ്രശ്നം അല്ലെങ്കിൽ കൈയിന്റെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് ആ ഘട്ടത്തിൽ പറയുകയും ചെയ്തു. പക്ഷേ 2 മാസം കഴിഞ്ഞു ഇപ്പോഴും ഇതുവരെയും യാതൊരു പുരോഗതിയും ഇല്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. നിലവിൽ എന്തായാലും ഇക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുടുംബം ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഒപ്പം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ അല്ലെങ്കിൽ ചികിത്സാ പിഴവാണ് ഇതിന് പ്രധാന കാരണമെന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഡോക്ടർ തന്നെ ആ സമയത്ത് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇവരും പറയുന്നു. അതായത് ഇത് വാക്വം ഡെലിവറിക്കിടെ സംഭവിച്ചതാണ് എന്നുള്ളതാണ് ഡോക്ടർ ആ ഘട്ടത്തിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എന്തായാലും ഇവരിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ അസാധാരണമായ വൈകല്യമുണ്ടായ കുഞ്ഞിന്റെ സംഭവത്തിലും ഈ ഡോക്ടർ പുഷ്പ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ചികിത്സ നടത്തിയത്. 2 മാസം ഇവരും പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നിരന്തരം പരാതികൾക്ക് വിധേയമാകുന്ന ഡോക്ടറാണ് നിലവിൽ എന്തായാലും ഡോക്ടർ പുഷ്പ.